അവളൊരു വാനം പാടി. അശ്വതി മോളെ, മോളിന്ന് ഫ്രീ ആണോ? നിനക്ക് പറ്റിയൊരു പാർട്ടി വന്നിട്ടുണ്ട്. എക്സാം ഹാളിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഫോണിലേക്ക് ശോശാമ്മ ചേച്ചിയുടെ വിളി വന്നത്. എനിക്ക് എക്സാം ഉണ്ട് ശോശാമ്മ ചേച്ചി, നമുക്ക് തൽക്കാലം ഈ പാർട്ടിയെ ഒഴിവാക്കിയാലോ? അശ്വതി അല്പം നിരാശയോടെ പറഞ്ഞു. നല്ല കാശുകാരനാണ് മോളെ. മോളുടെ ഫോട്ടോ കണ്ടിഷ്ടപ്പെട്ടിട്ടാണ് ആള് പറന്നു വന്നത്. പിന്നെ മോളുടെ കണ്ടീഷൻസും അയാൾക്ക് ഓക്കെയാണ്. ഏറിയാൽ 1 മണിക്കൂർ സമയം മതിയെന്നാ പറഞ്ഞേ. ശോശാമ്മ ചേച്ചി വിടാനുള്ള ഭാവം ഇല്ലെന്ന് കണ്ടപ്പോൾ അശ്വതിക്ക് ഉറപ്പായി തടഞ്ഞതൊരു വലിയ കൊമ്പനാണെന്ന്. എന്നാൽ ശരി ചേച്ചി, എല്ലാം ചേച്ചി പറഞ്ഞുറപ്പിച്ചാൽ മതി. വൈകുന്നേരത്തെ സമയം പറഞ്ഞോ, ഞാൻ വെക്കുക. ഫോൺ ഓഫാക്കി ബാഗിലിടുമ്പോൾ അവളിലൊരു പുഞ്ചിരി ഉടലെടുത്തിരുന്നു. എക്സാം ഹാളിനുള്ളിൽ എല്ലാവരും ക്വസ്റ്റ്യൻ പേപ്പറിനെ പറ്റി ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ അശ്വതി മാത്രം വളരെ ലാഘവത്തോടെ ഇരുന്നു. പഠിച്ചതും അറിയുന്നതുമായ കാര്യങ്ങൾ മാത്രം വന്ന ആ ചോദ്യപേപ്പർ അവളിൽ കൂടുതൽ സന്തോഷം നൽകി. കാര്യം, ഞാൻ പണത്തിനായി ശരീരം വിൽക്കുന്നവളും നിങ്ങൾ പണം തന്ന് എൻ്റെ ശരീരം കുറച്ചു നേരത്തേക്ക് സ്വന്തമാക്കുന്നവനുമാണ്. പക്ഷേ എനിക്ക് കുറച്ച് ഡിമാൻഡുകളൊക്കെ ഉണ്ടെന്ന് അറിയാലോ. തനിക്ക് മുൻപിൽ നിൽക്കുന്ന സുന്ദരനായ ചെറുപ്പക്കാരനെ ആകെ ഒന്ന് കണ്ടുകൊണ്ട് ഒഴിഞ്ഞ് അശ്വതി പറഞ്ഞപ്പോൾ അയാളിലൊരു കൗതുകം ഉടലെടുത്തു. 21 വയസ്സ് മാത്രം പ്രായമുള്ള അതിസുന്ദരിയായ ഒരു പെൺകുട്ടി. തോളറ്റം മുറിച്ചിട്ട മുടിയും വിടർന്ന കണ്ണുകളിൽ കുസൃതിയും വരച്ചൊപ്പിച്ചതുപോലെയുള്ള നേർത്ത ചുവപ്പ് രാശി പടർന്ന ചുണ്ടുകളിലും അയാളുടെ കണ്ണുകൾ തങ്ങി നിന്നു. അണിഞ്ഞിരിക്കുന്ന ചുമന്ന ഷർട്ടിലും നീല ജീൻസിലും അവളുടെ ശരീരവടിവുകൾ എടുത്തു കാണിക്കുന്നുണ്ട്. ഏതൊരു പുരുഷനും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന സൗന്ദര്യമുള്ള ഇവൾ അഭിസാരികയാണോ എന്ന് സംശയിക്കാം. എന്താണ് മാഷേ, മുടക്കുന്ന കാശിനുള്ള മുതലുണ്ടോന്നാണോ നോക്കുന്നത്? അവൾ പെട്ടെന്ന് ചോദിച്ചത് കേട്ട് അവനൊന്ന് ചമ്മി. മുടക്കുന്ന പണത്തിനുള്ള മുതലുണ്ടോയെന്ന് നോക്കുന്നത് ഏതൊരു ബിസിനസ്സുകാരൻ്റെയും ചുമതലയല്ലേ? ചമ്മൽ പുറത്ത് കാണിക്കാതെ പെട്ടെന്ന് അവൻ മറുപടി പറഞ്ഞു. അത് കേട്ട അവളുടെ ചുണ്ടുകളൊന്ന് കൂർത്തു. ശോശാമ്മ ചേച്ചി പറഞ്ഞിട്ടുണ്ടാവുമല്ലോ എൻ്റെ ചില കണ്ടീഷനുകളെ പറ്റി. എല്ലാം ഓക്കെയാണെങ്കിൽ എനിക്കും ഓക്കെയാണ്, അവൾ പറഞ്ഞു. അവൾ പറഞ്ഞത് കേട്ടപ്പോൾ അവനൊന്നും മിണ്ടിയില്ല. അവനവളെ ഊറ്റി കുടിക്കുകയായിരുന്നു. പെണ്ണുടലിൻ്റെ രസതന്ത്രങ്ങളിൽ ഈ ആണുങ്ങൾ എന്തേ സ്വയം മറക്കുന്നു? അവൾ സ്വയം ചോദിച്ചു. നിങ്ങളുടെ ഡിമാൻഡുകൾ ഒന്നുകൂടി പറയൂ, അവളുടെ മുഖഭാവം ശ്രദ്ധിച്ച അവൻ അവളോട് ചോദിച്ചു. നിങ്ങൾ പണം മുടക്കുന്നുവെങ്കിലും ശരീരം എൻ്റെയാണ്. അതുകൊണ്ട് തന്നെ തന്ന പണം മുതലാക്കുന്ന രീതിയിൽ എന്നെ കീറി പറിച്ചെടുക്കാമെന്ന് കരുതരുത്. അതായത്, നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ എൻ്റെ ശരീരത്തിലെവിടെയും നിങ്ങളുടെ നഖമോ പല്ലുകളോ തട്ടിയ പാടുകൾ ഉണ്ടാവരുതെന്ന്. കൂടാതെ എന്നെപ്പോലുള്ളവരെ തേടി നിങ്ങളെപ്പോലുള്ളവർ വരുന്നതിലധികവും സ്വന്തം ഭാര്യയോട് നിങ്ങൾക്ക് ചോദിക്കാനോ ആവശ്യപ്പെടാനോ പറ്റാത്ത തരത്തിലുള്ള ചില രതിവൈകൃതങ്ങളുമായിട്ടാവും. അത്തരം വേദനിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും എന്നിലൂടെ നേടിയെടുക്കാമെന്ന് കരുതരുത്. അതിന് ഞാൻ സമ്മതിക്കില്ല. ഇനി അതല്ല, വേദനയില്ലാത്ത എന്തു തരം രതിവൈകൃതങ്ങൾക്കും എനിക്ക് സമ്മതമാണ്. ഇതെല്ലാം സമ്മതമാണെങ്കിൽ നിങ്ങളുടെ വസ്ത്രം ഉൾപ്പെടെ എല്ലാം പുറത്തേൽപ്പിച്ചിട്ട് അവർ തരുന്ന വസ്ത്രവും ധരിച്ച് നിങ്ങൾക്ക് വീടിനുള്ളിലെ എൻ്റെ മുറിയിലേക്ക് വരാം. മറക്കണ്ട, പണം ആദ്യം അവിടെ ഏൽപ്പിക്കണം. അശ്വതി ഒരു നാണവുമില്ലാതെ പറഞ്ഞു. ഇതെല്ലാം എനിക്ക് സമ്മതമാണ്. എങ്കിലും ഒരു സംശയം കൂടി. ഇതെല്ലാം സമ്മതിച്ചിട്ട് ഒരാൾ ഇതിന് വിപരീതമായി നിന്നോട് പെരുമാറിയാൽ നീ എന്തു ചെയ്യും? അവൻ്റെ ചോദ്യം കേട്ട അവൾ ഒരു നിമിഷം അവനെ നോക്കി നിന്നു. അങ്ങനെ ഒരുത്തൻ പെരുമാറിയാൽ എൻ്റെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ അവൻ ഒരാണാണെന്ന് അവകാശപ്പെട്ട് അരയിൽ കൊണ്ട് നടക്കുന്ന ചുക്കാമണി പിന്നെ അവനിൽ അവശേഷിക്കില്ല. അശ്വതി പറഞ്ഞു നിർത്തി. അവൻ്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ മുറിയിലേക്ക് കയറിപ്പോയി. ഒരു നിമിഷം അവൾ പറഞ്ഞ മറുപടിയുടെ ആഴത്തിൽ അവൻ്റെ മനസ്സ് കുരുങ്ങിക്കിടന്നു. എങ്കിലും അവൻ അവളുടെ പിന്നാലെ വീടിനകത്തേക്ക് നടന്നു. പിന്തിരിഞ്ഞു പോരാൻ സാധിക്കാത്ത വിധം അവളുടെ ശരീര സൗന്ദര്യം അവനെ കീഴടക്കിയിരുന്നു. വിടർന്നു നിൽക്കുന്ന ഒരു റോസാപ്പൂവിനെ പോലെയാണ് അവളെ സ്വന്തമാക്കുമ്പോൾ അവന് തോന്നിയത്. അവൻ അവളെ ഒട്ടും വേദനിപ്പിക്കാൻ തോന്നിയില്ല. മൃദുവായി തന്നെയാണ് അവൻ അവളോട് പെരുമാറിയത്. ഒരു മാൻപേടയെപ്പോലെ അവൻ്റെ കരവലയത്തിനുള്ളിൽ അവൾ കിടന്നു പിടഞ്ഞു. സുഖത്തിൻ്റെ പറുദീസയിൽ കൊണ്ടെത്തിച്ച അവൻ ഒരു വേശ്യയോട് എന്ന പോലെയല്ല പെരുമാറുന്നതെന്നവൾ മനസ്സിലാക്കി. എന്നാലും പരസ്ത്രീ ബന്ധം പുലർത്തുന്ന ഒരാളായിട്ട് തന്നെയാണ് അവൾ അവനെ കണ്ടത്. ശോശാമ്മ ചേച്ചി, അപ്പോൾ ശരി. അവളെ ഒന്നുകൂടി കണ്ട് യാത്ര പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ എല്ലാം കഴിഞ്ഞ് താൻ ബാത്റൂമിൽ പോയി ഫ്രഷായി വന്നപ്പോഴേക്കും
അവൾ പോയി. അവൻ വളരെ നിരാശയോടെ ശോശാമ്മയോട് പറഞ്ഞു. അവൾ അങ്ങനെയാണ് മോനെ, ഇനി അവളെ മോന് കാണാൻ പറ്റില്ല. ശോശാമ്മ പറഞ്ഞു. അതെന്താ ചേച്ചി? ഇനിയും ഇതുപോലെ പണം മുടക്കിയാൽ എനിക്ക് വീണ്ടും അവളെ കണ്ടൂടെ? അത്ഭുതത്തോടെ അവൻ ചോദിച്ചു. ഇല്ല മോനെ, ഒരിക്കൽ ശരീരം നൽകിയവനൊപ്പം വീണ്ടും ഒരിക്കൽ കൂടി അവൾ ഡീൽ വയ്ക്കാറില്ല. അവരുടെ മറുപടി കേട്ട് അവനൊന്ന് അമ്പരന്നു. അവളുടെ കാര്യങ്ങളെല്ലാം വളരെ വിചിത്രമാണല്ലോ ചേച്ചി, അവൻ ചോദിച്ചു. അതേ മോനെ, അവളുടെ കാര്യങ്ങളെല്ലാം അങ്ങനെയാണ്. ഇപ്പോൾ തന്നെ ഇത്ര നേരം നിങ്ങൾ ഒരുമിച്ചിട്ടുണ്ടായിട്ടും മോൻ അവളുടെ പേര് പോലും അറിയില്ലല്ലോ, ശോശാമ്മ പറഞ്ഞു. അതെ, ശരിയാണ്, എനിക്ക് അവളുടെ പേരറിയില്ല, അവൻ പറഞ്ഞു. പക്ഷേ അവൾക്ക് മോൻ്റെ പേരറിയാം. അലക്സ് വർഗീസ് എന്നല്ലേ മോൻ്റെ പേര്? ശോശാമ്മ ചേച്ചി ചോദിച്ചതും അവനൊന്ന് ഞെട്ടി. ഇതെങ്ങനെ? താനിവിടെ ഊരിവെച്ച വസ്ത്രങ്ങളിലോ മറ്റു രേഖകളിലോ ഒന്നും തന്നെ തൻ്റെ പേരോ മറ്റു വിവരങ്ങളോ ഉണ്ടായിരുന്നില്ലല്ലോ. അവൾ അതെങ്ങനെ അറിഞ്ഞെന്ന് ഓർത്ത് മോൻ ടെൻഷനാവണ്ട. അവൾ അങ്ങനെയാ. ഒരുത്തനെ കൂടെ കഴിയാൻ ക്ഷണിക്കുമ്പോൾ തന്നെ അയാളെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും ശേഖരിക്കും. ഇപ്പോൾ തന്നെ മോൻ്റെ പേരും മോൻ കൊല്ലത്തൊരു സ്റ്റേഷനിലെ SIയുമാണെന്ന് ഇവിടെ ബാംഗ്ലൂരിലിരുന്നവൾ കണ്ടുപിടിച്ചില്ലേ? ശോശാമ്മ ചേച്ചി വീണ്ടും പറഞ്ഞത് കേട്ട അവൻ പകച്ചുപോയി. അവൻ്റെ നെറ്റിയിലൂടെ വിയർപ്പുചാലൊഴുകി. മോൻ പേടിക്കേണ്ട, അവളൊരു തമാശയ്ക്ക് ചെയ്യുന്നതാണിതെല്ലാം. പിന്നെ ശരീരം വിൽക്കുന്ന സ്ത്രീകളെ പറ്റെ മോശമായി കണ്ടിവിടെ വരുന്ന ചിലരുണ്ട്. മോൻ്റെ കൂട്ടുകാരൻ പ്രദീപിനെ പോലെയുള്ളവർ. പണം മുടക്കി വാങ്ങുന്ന ശരീരത്തിനോട് എന്ത് തോന്നിയാസവും കാട്ടാമെന്ന് കരുതുന്നവർ. അങ്ങനെയുള്ളവരെ അവൾ ഉപദ്രവിക്കും. മോൻ്റെ കൂട്ടുകാരനെ ഉപദ്രവിച്ചതുപോലെ. അവനൊരു പിശാചായിരുന്നു മോനെ, പെണ്ണിനെ മനസ്സിലാക്കാൻ കഴിയാത്തവൻ. അതുകൊണ്ടാണ് ശരീരം നുറുങ്ങി ഇവിടെ നിന്നും അവൻ പോയത്. അതിനു പകരം ചോദിക്കാൻ വേണ്ടിയാണ് മോൻ വന്നതെങ്കിൽ വന്ന സ്ഥലവും ആളും മാറി. ഇനി ഇവിടെ നിൽക്കണ്ട, വേഗം പോയിക്കോ, അവനോട് പറഞ്ഞതും ശോശാമ്മ ചേച്ചി അകത്തേക്ക് കയറി വാതിൽ വലിച്ചടച്ചു. അപ്പോഴും താൻ രഹസ്യമാക്കി വെച്ച തൻ്റെ കാര്യങ്ങൾ ഒന്നൊഴിയാതെ ഇവരെങ്ങനെ അറിഞ്ഞെന്നാലോചിച്ച് അലക്സ് ഉമ്മറത്ത് തന്നെ നിന്നു. തന്നെപ്പറ്റി എല്ലാം ആദ്യമേ അറിഞ്ഞ അവൾ നാളെ തൻ്റെ നഗ്നദൃശ്യങ്ങളുമായി വന്ന് തന്നെ ഭീഷണിപ്പെടുത്തുമോ? പെട്ടെന്ന് അവൻ്റെ ഉള്ളിലെ ആ ചിന്ത വന്നതും അവൻ അവിടെ നിന്നും വേഗം പിന്തിരിഞ്ഞു മടന്നു. കുറച്ചു മാസങ്ങൾ തന്നെ തേടി ഏതു നിമിഷവും തൻ്റെ നഗ്ന വീഡിയോയുമായൊരാൾ കടന്നു വരുമെന്ന് അലക്സ് പ്രതീക്ഷിച്ചെങ്കിലും അങ്ങനെയൊന്നും സംഭവിച്ചില്ല. ദിവസങ്ങൾ, ആഴ്ചകളും മാസങ്ങളും പിന്നിട്ട് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് പുതിയ ACP ചാർജ് എടുക്കുന്ന വിവരം അലക്സിൻ്റെ ഓഫീസിലെത്തിയത്. ACPയെ സ്വീകരിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾക്ക് നേതൃത്വം നൽകിയത് അലക്സ് ആയിരുന്നു. ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയവർ ACPയെ കാത്തിരിക്കുമ്പോൾ അവർക്ക് മുന്നിലേക്ക് ഒരു വെള്ള സ്കോർപിയോ വന്നു നിന്നു. അതിൽ നിന്നു കാക്കി യൂണിഫോം ധരിച്ച് പുറത്തേക്ക് ഇറങ്ങിയ ഓഫീസറെ കണ്ടതും അലക്സിൻ്റെ കയ്യിലിരുന്ന പൂമാല വിറച്ചു. ഇത് അവളല്ലേ, തനിക്കൊപ്പം ബാംഗ്ലൂരിൽ ഒരു ദിനം ചിലവിട്ടവൾ? ഞെട്ടലിൽ ഓർത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവരുടെ നെയിം ബോർഡ് അവൻ്റെ കണ്ണിൽപ്പെട്ടത്. അശ്വതി IPS. ഒന്നും മനസ്സിലാക്കാൻ സാധിക്കാതെ പതറി നിൽക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ തെളിഞ്ഞത് അവൾക്കൊപ്പം ചിലവഴിച്ച ബാംഗ്ലൂരിലെ ആ മണിക്കൂറുകളായിരുന്നു. എന്താണ് അലക്സ് വർഗീസ്, താൻ സ്വപ്നം കാണുകയാണോ? അടുത്തെത്തിയ അശ്വതി മെല്ലെ ചോദിച്ചതും അവൻ തിടുക്കത്തിൽ കയ്യിലിരുന്ന മാല അവളുടെ കഴുത്തിലിട്ട് സല്യൂട്ട് ചെയ്തു. ഒരു ചിരിയോടെ ഉള്ളിലേക്ക് കയറി പോകുമ്പോഴും അശ്വതി ഇടയ്ക്ക് അവനെ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. എന്താണ് അലക്സ്, ബാംഗ്ലൂരിൽ ശരീരം വിറ്റ് നടന്നവളെങ്ങനെ ഇവിടെ പോലീസായി എത്തിയെന്ന് ആലോചിക്കുകയാണോ? ഒരുപാടൊന്നും ആലോചിക്കേണ്ടടോ, ഞാൻ തന്നെ പറഞ്ഞു തരാം കാര്യങ്ങൾ. ഞാൻ ജനിച്ചു വളർന്ന നാടാണിത്. എൻ്റെ അച്ഛനും അമ്മയ്ക്കുമൊപ്പം ഞാൻ ജീവിച്ച മണ്ണ്. ഇവിടെ വെച്ചാണ് പഠിപ്പിക്കുന്ന അധ്യാപകനാൽ ചെറുപ്പത്തിൽ ഞാൻ ക്രൂരമായ പീഡനത്തിനിരയായത്. മകൾക്ക് സംഭവിച്ച ദുരന്തത്തിൻ്റെ ആഘാതത്തിൽ അമ്മ വീണുപോയെങ്കിലും എന്നെ പീഡിപ്പിച്ച അധ്യാപകൻ്റെ ജീവനെടുത്തിട്ട് അച്ഛൻ അമ്മയ്ക്കും എനിക്കും വിഷം നൽകി മരണത്തെ സ്വീകരിച്ചെങ്കിലും അവർ രണ്ടും പോയി. ഞാൻ മാത്രം ബാക്കിയായി. നാണക്കേടാണ് ഞാനെന്ന് തോന്നിയത് കൊണ്ടാണോ എന്നറിയില്ല, ബന്ധുക്കൾ എന്നെ ഏറ്റെടുത്തില്ല. ഒടുവിൽ സർക്കാർ വക അഗതി മന്ദിരത്തിലേക്ക്. അവിടെയും എൻ്റെ പിഞ്ച് ശരീരത്തിന് അവകാശികൾ ഉണ്ടായപ്പോൾ ഞാൻ തിരിച്ചറിയുകയായിരുന്നു ആ പ്രായത്തിലും എൻ്റെ ശരീരത്തിൻ്റെ മൂല്യം. ഞാൻ വളരും തോറും എനിക്ക് വരുമാനമുണ്ടാക്കാൻ ഏറ്റവും നല്ല വിപണന വസ്തു എൻ്റെ ശരീരം തന്നെയാണെന്ന് മനസ്സിലാക്കി ആവശ്യക്കാർക്കത് ഞാൻ വിറ്റുകൊണ്ടിരുന്നു. നിങ്ങളോട് പറഞ്ഞ പോലെ ചില നിബന്ധനകളോടെ കിട്ടിയ പണം ദൂർത്തടിച്ചില്ല. പോലീസ് എന്നൊരു ലക്ഷ്യം മുന്നിലുണ്ടായിരുന്നതുകൊണ്ട് വിജയിക്കാൻ പ്രയാസമുണ്ടായില്ല. എന്നെ തേടി വരുന്ന ഓരോരുത്തരെയും ഞാൻ നന്നായി പഠിച്ചിരുന്നു. അതുകൊണ്ടെനിക്ക് ഇവിടെ ധാരാളം പരിചയക്കാരുണ്ട്. തന്നെ പോലെ. ഇപ്പോൾ തൻ്റെ മനസ്സിൽ എന്നോട് പുച്ഛമായിരിക്കും.
പക്ഷെ ഞാനും തന്നെ പോലെ തന്നെയാണോ? താൻ തൻ്റെ നഗ്നത എനിക്ക് മുൻപിൽ കാണിച്ചതുപോലെ തന്നെയല്ലേ ഞാനും കാണിച്ചത്? അപ്പോൾ നിനക്ക് നഷ്ടം വരാത്തതൊന്നും എനിക്കും നഷ്ടം വന്നിട്ടില്ല. ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാവണമെങ്കിൽ പലപ്പോഴും നാം നല്ല മുതൽ മുടക്ക് നടത്തണം. എനിക്കെൻ്റെ ശരീരമായിരുന്നു മുടക്കുമുതൽ. അപ്പോൾ ശരി, വീണ്ടും കാണാം. പിന്നെ പഴയ ഓർമ്മയിൽ വീണ്ടും എനിക്കരികിലേക്ക് വരാമെന്ന് കരുതരുത്. കാരണം ഒരിക്കൽ സ്വീകരിച്ചവരെ ഞാൻ വീണ്ടും സ്വീകരിക്കില്ല. അലക്സിന് മുന്നിലൂടെ തലയുയർത്തി പിടിച്ച് അശ്വതി നടന്നു പോയപ്പോൾ മറുത്തൊന്നും പറയാൻ കെൽപ്പില്ലാത്തവനെ പോലെ അവൻ നിന്നു.